വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇടക്കാല ഉത്തരവ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഹർജികളിൽ നിന്ന് വാദം തുടരും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് ഹർജികൾ പരിഗണിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, വെൽക്കം ടു കണ്ണൂർ, വെൽക്കം ടു തലശ്ശേരിക്ക്. അപ്പൊ ബൽറാം, ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നും അതിനിർണായകമായ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായി. ഈ വഖഫ് യൂസർ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കോടതിയുടെ ചില ആംഗിളുകൾ, നിരീക്ഷണങ്ങൾ കോടതി സംശയത്തിന് ഇടയില്ലാത്തുകൊണ്ട് പറയുകയും ചെയ്തു. ഇടക്കാല ഉത്തരവ് ഇന്ന് തന്നെ പ്രതീക്ഷിക്കണോ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി, SKN, പ്രജിൻ, താങ്ക് യു. ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നും ഈ വഖഫുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഉണ്ടായ നിർദ്ദേശങ്ങൾ എന്നുള്ളത് ഏറെ സുപ്രധാനമാണ്. ഇന്ന് ഈ വിഷയത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും കോടതിയിൽ നിന്നും വന്ന നിർദ്ദേശങ്ങൾ എന്നുള്ളത് ഈ ഉപയോക്താവ് വഴിയോ ആധാരം മുഖേനയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അത് അല്ലാതാക്കരുത്, അതായത് ഡീനോട്ടിഫൈ ചെയ്യരുത് എന്ന ഒരു നിർദ്ദേശം കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വഖഫ് കൌൺസിലിൽ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണം എന്നുമുള്ള ഒരു സുപ്രധാന നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇവ രണ്ടും ഹർജിക്കാർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഇതോടൊപ്പമാണ് ചില ചോദ്യങ്ങളും കേന്ദ്ര സർക്കാരിന് മുന്നിൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മുസ്ലിങ്ങളെ ഹിന്ദുമത ട്രസ്റ്റുകളുടെ ഭാഗമാക്കാൻ അനുവദിക്കുമോ, ഒപ്പം തന്നെ കലക്ടറുടെ ഇത്തരത്തിലുള്ള തർക്കങ്ങളിൽ കലക്ടറുടെ അധികാര പരിധി സംബന്ധിച്ചുള്ള ചോദ്യം ഉൾപ്പെടെയുള്ള നിർണായകമായ ചോദ്യങ്ങളും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്ന് കേന്ദ്ര സർക്കാർ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നൊരു ഇടക്കാല ഉത്തരവും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ പ്രധാന കാരണം എന്നുള്ളത് ഇന്നലെ ഈ വാദങ്ങൾ പൂർത്തിയാക്കിയ ഘട്ടത്തിൽ തന്നെ കോടതി ഒരു ഇടക്കാല ഉത്തരവിലേക്ക് പോയതാണ്. അത്തരത്തിൽ കോടതി തന്നെ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇടാൻ നിന്ന ഘട്ടത്തിൽ തുഷാർ മേത്ത ഇടപെടുകയും കൂടുതൽ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് അറിയിക്കുകയുമായിരുന്നു. ഇന്നലെ 3 ഹർജിക്കാരുടെ വാദങ്ങൾ, അഭിഭാഷകരുടെ വാദങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും കോടതി പരിഗണിച്ചു. തുടർന്നാണ് ഇന്ന് വീണ്ടും വാദം തുടരാനുള്ള ഒരു തീരുമാനം എടുത്തത്. ഈ ഹർജികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രധാനമായ വ്യവസ്ഥകളിൽ ചില സ്റ്റേ ചെയ്യുന്ന ഒരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തായാലും ഇന്ന് 2 മണിക്ക് വീണ്ടും വാദം കേൾക്കുന്ന ഘട്ടത്തിൽ ഉയരുന്ന വാദങ്ങൾ ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, ഒപ്പം തന്നെ KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ഹർജികൾ പരിഗണിക്കുന്നത്. ഹഷ്മി, SKN, പ്രജിൻ.